ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദിസ് യൂട്യൂബ് വീഡിയോ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വെള്ളിയാഴ്ച മാർക്കറ്റൊക്കെ കഴിഞ്ഞു. മാർക്കറ്റ് വളരെ നെഗറ്റീവായിട്ടാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. വീക്കെൻഡിലേക്ക് പോവുകയാണ്. യുദ്ധ ഭീഷണിയൊക്കെ ഉണ്ട്. ട്രംപ് ഇങ്ങനെ നിരന്തരം ഭീഷണി മുടക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ബലം പിടിച്ചിട്ടായിരിക്കണം ഇന്ത്യൻ മാർക്കറ്റ് ഒരു സെൽ ഓഫിലേക്ക് പോയി. വളരെ പ്രധാനപ്പെട്ട ലെവലുകളൊക്കെ തന്നെ ക്ലോസ് ചെയ്തിട്ടാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഏതായാലും നോക്കാം, അടുത്ത ആഴ്ചയോടുകൂടി കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യും. നമ്മുടെ ഏർണിംഗ് സീസണൊക്കെ തുടങ്ങുകയാണ്. സോ റിസൾട്ടുകൾ വന്നു തുടങ്ങും. അതോടുകൂടി ഇന്ത്യൻ മാർക്കറ്റ് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും എന്നുള്ള വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ട്രംപിൻ്റെ 500% താരിഫിൻ്റെ ഭീഷണിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ പോയി കാണുക. സോ അതിനുശേഷം ഇപ്പോൾ ആംഫിയുടെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ട് തോന്നി. ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യൻ നിക്ഷേപകർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കാണിക്കുന്നതാണ് ആ ഒരു റിപ്പോർട്ട്. അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ നേരിട്ട് ഇക്വിറ്റിയിലല്ലാതെ മ്യൂച്വൽ ഫണ്ട് വഴി ഇന്ത്യൻ മാർക്കറ്റിൽ നിക്ഷേപം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ് ആംഫിയുടെ ഡിസംബർ മാസത്തെ SIP ഫിഗറുകൾ കാണുന്നത്. SIP എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. ഒരു മാസം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു എമൗണ്ട് മാർക്കറ്റിലേക്ക് വരുന്നതിനാണ് SIP എന്ന് പറയുന്നത്. പല ആൾക്കാർ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണത്. അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഡിസംബർ മാസത്തെ SIP ഫിഗർ 31,000 കോടി രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. 31,000 കോടി രൂപ SIP രൂപത്തിൽ ഡിസംബർ മാസത്തിൽ വന്നിരിക്കുന്നു. നവംബർ മാസത്തിൽ അത് 29,445 കോടി രൂപയായിരുന്നു. അത് കൂടി ഇപ്പോൾ 31,000 എന്ന് പറയുന്ന ഏറ്റവും വലിയ ഹൈ ലെവലിലേക്ക് വന്നിരിക്കുന്നു. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നവംബർ ഒക്ടോബർ മാസം മുതൽ ഇങ്ങോട്ട് SIP ഫിഗർ കണ്ടിന്യൂസ് ആയിട്ട് കൂടി വരുന്ന ഒരു ട്രെൻഡാണ് കാണിക്കുന്നത്. അതായത് ജനങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് മ്യൂച്വൽ ഫണ്ട് വഴി മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ്. കാരണം നമുക്കറിയാം, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 100ാമത്തെ ദിവസത്തിനടുപ്പിച്ചാണ് കണ്ടിന്യൂസ് ആയിട്ട് ബൈങ് നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ മാത്രം ആശ്രയിച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ ഒരു തരത്തിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ പറയുന്ന FIIസിന്റെ സെല്ലിങ്ങിനെ അബ്സോർബ് ചെയ്യാൻ തയ്യാറായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അല്ല എങ്കിൽ നിഫ്റ്റിയും സെൻസസൊക്കെ എവിടെയൊക്കെ എത്തിപ്പോയാണ് ഈ കണ്ടിന്യൂസ് ആയിട്ട് SIP ഈ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഏതായാലും SIP ഫിഗർ അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് വന്നിരിക്കുന്നു. അതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ പണം വന്നിരിക്കുന്നത് ഗോൾഡ് ETF-ലേക്കാണ്. നമുക്ക് ഗോൾഡ്, സിൽവർ ഒക്കെ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഗോൾഡ് ETF-ലേക്കുള്ള പണം വരവ് വളരെയേറെ കൂടിയിരിക്കുന്നു. ഗോൾഡ് ETF-ന്റെ കാര്യം മാത്രം നോക്കുകയാണെങ്കിൽ 3,742 കോടി രൂപ SIP രൂപത്തിൽ അല്ലെങ്കിൽ ഗോൾഡ് ETF-ലേക്ക് വന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 11,647 കോടി രൂപയാണ് ഒരു മാസം ഗോൾഡ് ETF-ലേക്കായിട്ട് മാത്രം വന്നിരിക്കുന്നത്. സോ വളരെ 3 ഇരട്ടിയോളം SIP ഫിഗർ ഗോൾഡ് ETF-ലുള്ള ഇൻവെസ്റ്റ്മെന്റ് 3 ഇരട്ടിയായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. ജനങ്ങൾ വീണ്ടും SIP, കാരണം ചെറിയ രീതിയിലാണെങ്കിലും നമുക്ക് SIP വഴി അല്ലെങ്കിൽ ETF വഴി ഗോൾഡിന്റെ നേട്ടത്തിൽ പങ്കെടുക്കാം എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ആൾക്കാർ ഗോൾഡ് ഇങ്ങനെ ETF രൂപത്തിൽ വാങ്ങിക്കൂട്ടുന്നത്. നല്ലത് തന്നെ. ഏതായാലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മൊത്തം ഇന്ത്യയുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്, മൊത്തം മ്യൂച്വൽ ഫണ്ട് കമ്പനിക്കാരും കൂടിയുള്ള മാനേജ് ചെയ്യുന്ന ഫണ്ടിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഫണ്ടിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 80.23 ലക്ഷം കോടി രൂപയാണിപ്പോൾ. അത് നവംബർ മാസത്തെ കാര്യം നോക്കുന്ന സമയത്ത് ചെറിയൊരു കുറവുണ്ട്. 80.80 ലക്ഷം കോടി രൂപയായിരുന്നു നവംബർ മാസത്തിൽ. അത് കുറഞ്ഞിട്ടിപ്പോൾ 80.23 ലക്ഷം കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ മൊത്തം ഇക്വിറ്റി ഫണ്ടിലേക്കായിട്ട് ഡിസംബർ മാസത്തിൽ വന്നിരിക്കുന്നത് 35.77 ലക്ഷം കോടി രൂപയാണ്. 35.77 ലക്ഷം കോടി രൂപയാണ് ഇക്വിറ്റി ഫണ്ട്സിന്റെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇക്വിറ്റി ഇൻഫ്ലോ കഴിഞ്ഞ ഒരു മാസം ഡിസംബർ മാസത്തിൽ മാത്രം ഇക്വിറ്റി ഫണ്ടിലേക്ക് വന്നിരിക്കുന്ന പണം എന്ന് പറയുന്നത് 28,050 കോടി രൂപയാണ്. അതുപോലെ തന്നെ ഡെറ്റ് ഫണ്ടിലേക്ക് വന്നിരിക്കുന്നത് 18.09 ലക്ഷം ആണ്. 18.09 ലക്ഷം കോടി രൂപയുടെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ആണ് ഇപ്പോൾ ഡെറ്റ് ഫണ്ടുകൾക്കുള്ളത്. ഡിസംബർ മാസത്തിൽ മാത്രം ഡെറ്റ് ഫണ്ടുകളിൽ നിന്നും പണം പുറത്തേക്കാണ് പോയിരിക്കുന്നത്. 1.32 ലക്ഷം കോടി രൂപയുടെ പണമാണ് ഡെറ്റ് ഫണ്ടുകളിൽ നിന്നും ആൾക്കാർ വിഡ്രോ ചെയ്തിട്ടോ അല്ലെങ്കിൽ മെച്യൂരിറ്റി വഴിയോ പുറത്തേക്ക് വന്നിരിക്കുന്നത്. നവംബർ മാസത്തിൽ അത് ഫണ്ട് ഇൻഫ്ലോ ആയിരുന്നു. 25,692 കോടി രൂപയുടെ 25,692 കോടി രൂപയുടെ ഇൻഫ്ലോ ആയിരുന്നു. പക്ഷേ അത് ഡിസംബർ മാസം ആകുമ്പോഴേക്കും ഔട്ട്ഫ്ലോ പോയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മാർച്ച് അല്ലെങ്കിൽ ഡിസംബർ എൻഡ് എന്ന് പറയുന്നത് പല ഫണ്ടുകളുടെയും അവസാനമായിരിക്കാം, മെച്യൂരിറ്റി എത്തിയിരിക്കാം, അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാവാം അത്. അതുപോലെ ഡിസംബർ മാസത്തിൽ ഫ്ലക്സി ക്യാപ് ഫണ്ടുകളിലേക്ക് ആൾക്കാർക്ക് പ്രിയം വന്നിരിക്കുന്നു. ഫ്ലക്സി ക്യാപ് ഫണ്ടുകളിലേക്ക് നല്ലൊരു എമൗണ്ട് ഫ്ലോ വന്നിട്ടുണ്ട്. അതായത് 8,135 കോടി രൂപ വന്നുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 10,019 കോടി രൂപയായിട്ട്
ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളിലേക്ക് വന്നു. ഫ്ലെക്സി ക്യാപ് ഫണ്ട് എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റിലുള്ള എല്ലാതരം അഡ്വാൻറ്റേജസ് എടുക്കാൻ പറ്റും. കാരണം അത് ഇക്വിറ്റികളിൽ മാത്രമല്ല അവർ നിക്ഷേപിക്കുന്നു. അവർ ഇക്വിറ്റിയിൽ നിക്ഷേപിക്കുന്നു, ഗോൾഡിൽ നിക്ഷേപിക്കുന്നു, കമോഡിറ്റി, അതായത് ഇക്വിറ്റി, ഡെറ്റ്, കമോഡിറ്റി, അങ്ങനെ പല അസറ്റ് ക്ലാസ്സുകളിലും ഈ ഫ്ലെക്സി ക്യാപ്പുകൾ നിക്ഷേപിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പല സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, അങ്ങനെ പല കാറ്റഗറി സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നു. മൾട്ടി ക്യാപ്പ് ഫണ്ടുകളാണ്, മൾട്ടി ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളാണ്. മൾട്ടി അസറ്റ് ഫണ്ടുകളുണ്ട്. മൾട്ടി അസറ്റ് ഫണ്ടുകൾ എന്ന് പറയുമ്പോൾ അതിൽ ഗോൾഡ്, കമോഡിറ്റികൾ വരും, അതുപോലെ തന്നെ ഡെറ്റുകൾ വരും, അതുപോലെ തന്നെ ഇക്വിറ്റി വരും. അങ്ങനെ പല അസറ്റ് ക്ലാസ്സുകളിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകളുമുണ്ട്. അതിനെ മൾട്ടി അസറ്റ് ഫണ്ടുകൾ എന്നാണ് പറയുന്നത്. ഇത് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളാണ്. ലാർജ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് ഒക്കെ തന്നെ നിക്ഷേപിക്കുന്ന ഫണ്ടുകളിലേക്കാണ് ഏറ്റവും കൂടുതൽ പണം വന്നത്. ഇത് കാരണം നമുക്കിപ്പോൾ മാർക്കറ്റിനെ മൂവ്മെൻറ്റ് കാണുന്ന സമയത്ത് കഴിഞ്ഞ വർഷം സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഒന്നും വലിയ രീതിയിൽ പെർഫോം ചെയ്തിട്ടില്ല. പക്ഷേ ലാർജ് ക്യാപ്പ് ഓഹരികളാണ് ഏറ്റവും കൂടുതൽ നേട്ടം നൽകിയത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പലതരം ഫണ്ടുകൾ അവരുടെ പോർട്ട്ഫോളിയോയിലേക്ക് ഉൾക്കൊള്ളിക്കുന്നത്, ഒരു ഫണ്ടിൽ തന്നെ പല തരത്തിലുള്ള ഓഹരികൾ വരുന്നത്, മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഒക്കെ വരുന്നത് സ്വാഭാവികമായിട്ടും റിട്ടേൺ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നുള്ളത് തന്നെയാണ്. അപ്പം ഗോൾഡ് ETF പണം വർദ്ധിച്ചിരിക്കുന്നു, ഫ്ലെക്സി ക്യാപ്പുകളിലേക്ക് ഫണ്ട് വർദ്ധിച്ചിരിക്കുന്നു. ഡിസംബർ മാസത്തിലെ SIP അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 16.63 ലക്ഷം കോടി രൂപയായിരുന്നു. നവംബറിൽ അത് 16.53 ലക്ഷം കോടി രൂപയായിരുന്നു. ടോട്ടൽ മ്യൂച്വൽ ഫണ്ട് AUM ഏകദേശം 20.3% നിന്ന് 20.7%, അതായത് മൊത്തം ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ടിൻ്റെ എമൗണ്ടിൽ ഏകദേശം 20.7% വരുന്നത് SIP വഴിയാണ് എന്നുള്ളതാണ്. കാരണം അത് സ്ട്രോങ് ഇൻഫ്ലോ ആണ്, അറ്റ് എ ടൈം വരുന്നതല്ലല്ലോ, മാസം വരുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ഇൻ്റർവെല്ലിൽ കൃത്യമായിട്ട് വരുന്ന എമൗണ്ടാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർക്ക് ഫണ്ട് കൂടുതൽ പർച്ചേസ് ചെയ്യാനുള്ള പവർ കിട്ടുന്നതാണ്. ഏതായാലും മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ കാണിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടൊരു ഗ്രോത്ത് തന്നെയാണ്. ആൾക്കാർ ഇപ്പോഴും മ്യൂച്വൽ ഫണ്ട് വിട്ടിട്ടില്ല. അതുപോലെ തന്നെ ഡയറക്റ്റ് ഇക്വിറ്റിയിൽ നിങ്ങൾക്ക് എക്സ്പെർട്ടൈസ് കുറവാണെങ്കിലും മ്യൂച്വൽ ഫണ്ട് വഴി ഇന്ത്യയിലേക്ക് പണം വരുന്നുണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക്. അൾട്ടിമേറ്റ്ലി ഇതൊക്കെ വന്നു ചേരുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണ്. അത് നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലാത്തവർ മ്യൂച്വൽ ഫണ്ട് വഴി അവർ അത് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതായത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽസ് അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു. എന്നാലും മറ്റു വിപണികളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോഴും നമ്മുടെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. അതാണ് ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന എൻ്റെ വിദ്യാർത്ഥികളോടും ഒക്കെ പറയാറുണ്ട്, വലിയ തരത്തിലുള്ളൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു മേഖലയിലുള്ളത്. കാരണം ഫണ്ട് മാനേജേഴ്സ് ആയിക്കോട്ടെ, ഇക്വിറ്റി റിസർച്ച് ആയിക്കോട്ടെ, സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് കരിയർ ആയിക്കോട്ടെ, ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം ഇപ്പോഴും നമുക്കിപ്പോൾ 20 കോടിയിൽ താഴെ മാത്രമാണ് ഡിമാറ്റ് അക്കൗണ്ടുകൾ ഉള്ളത്. 10 ലക്ഷത്തിൽ ഇപ്രാവശ്യം ഡിസംബറിൽ 60 ലക്ഷം പുതിയ SIP അക്കൗണ്ടുകൾ തുടങ്ങിയെന്നാണ് കണക്കാക്കുന്നത്. ഇപ്പോഴും 10 കോടിയിൽ താഴെ മാത്രമാണ് ആക്റ്റീവായിട്ടുള്ള SIP അക്കൗണ്ടുകൾ നമുക്കുള്ളത്. നമുക്ക് ഏകദേശം 150-145 കോടിയോളം ജനങ്ങളുണ്ട്. അതിൽ വലിയൊരു പോർഷൻ കൂടിയാൽ തന്നെ ഒരു 50 കോടി അല്ലെങ്കിൽ 60 കോടി നമ്മുടെ ആവറേജ് എംപ്ലോയബിൾ ഏജാണ്, അതായത് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവരൊക്കെ തന്നെ ഇത് തുറക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇപ്പോഴുള്ളതിൻ്റെ 6 ഇരട്ടിയെങ്കിലും ഡിമാറ്റ് അക്കൗണ്ടുകൾ വരും, പുതിയ അക്കൗണ്ടുകൾ പുറത്തിറക്കും. അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും എന്നുള്ളതൊക്കെയാണ്. സോ സ്റ്റോക്ക് മാർക്കറ്റ് സ്പെഷ്യലൈസേഷൻ, ക്യാപിറ്റൽ മാർക്കറ്റ് ഓപ്പറേഷൻ, ഇങ്ങനെയുള്ള പല സ്പെഷ്യലൈസേഷനിലും പല യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ആകെ ഒരു PGക്കും ഒരു ഡിഗ്രിക്കും ഒക്കെ ഉണ്ടായിരുന്നത് ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് സ്പെഷ്യലൈസേഷൻ മാത്രമാണ്. പിന്നീടാണ് നമ്മൾ പഠിച്ച് അതിലേക്ക് കാര്യങ്ങൾ മറ്റുള്ള യൂണിവേഴ്സിറ്റികളിലും പോയി പഠിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരുപാട് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. സോ അത് പറയണമെന്ന് വിചാരിച്ചല്ല, ഒരു പെട്ടെന്ന് ഒരു അധ്യാപകൻ എന്ന നിലയിൽ പറയുന്നത് മാത്രം. സോ എനിവേ, ഗോൾഡ് ETF SIP വഴി മാർക്കറ്റിൽ പാർട്ടിസിപ്പേഷൻ കൂടുമെന്നിരിക്കുന്നു. മാർക്കറ്റ് ഇത്രയും നെഗറ്റീവായിട്ട് നിൽക്കുന്ന സമയത്തും ഈ ഒരു ഫിഗർ പോസിറ്റീവായിട്ട് നിന്നു. അപ്പോൾ വീക്കെൻഡിൽ ഒരു പോസിറ്റീവ് ഫിഗർ കൂടി ഷെയർ ചെയ്തതിന് ശേഷം വീഡിയോ അവസാനിപ്പിക്കാം. പിന്നീട് വീക്കെൻഡ് റിസർച്ച് വീഡിയോയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഏതായാലും മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫിഗറുകൾ നൽകുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ വന്നിരിക്കുന്നുണ്ട്. താരിഫുമായിട്ട് ബന്ധപ്പെട്ട ട്രംപിൻ്റെ തീരുമാനത്തിൽ ഇന്ന് കോടതി വിധി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണെന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോ പറയാം. ഏതായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീക്കെൻഡിലേക്ക് പോവാണ്. ഹാപ്പി വീക്കെൻഡ്, എൻജോയ് യുവർ സെൽഫ് ആൻഡ് താങ്ക് യു ഫോർ ലിസണിങ് മീ.